ഓക്കെ, 40,000 രൂപ ബഡ്ജറ്റിനുള്ളിൽ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് മോഡൽ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ഉദ്ദേശിച്ച മോഡൽ ഈ ഒരു ലിസ്റ്റിൽ ഇല്ലായിരുന്നെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മോഡൽസ് നമുക്ക് അവൈലബിൾ ആണെന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു മോഡൽ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. അതായത് നിങ്ങൾക്കൊരു 35,000 ആ ഒരു ബഡ്ജറ്റിന് താഴെ വാങ്ങാൻ പറ്റിയ ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഏകദേശം ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നതാണ് iQOO Neo 7 Pro എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. ഇത് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. അത് മാത്രമല്ല സ്നാപ്ഡ്രാഗണിൻ്റെ 8+ Gen 1 ആണ് ചിപ്സെറ്റും കാര്യങ്ങളും നമുക്കിതിൽ കിട്ടുന്നത്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് 35,000 രൂപ ബഡ്ജറ്റിന് താഴെ ഏത് മോഡലാണ് നിങ്ങൾക്ക് നോക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ വേണമെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങാൻ pറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു iQOO Neo 7 Pro എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. അതുപോലെ ഈ ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടർ ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു iQOO Neo 7 Pro ആയിരിക്കും. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ 5000 mAh ബാറ്ററിയും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാവുന്ന ഒരു കിടിലൻ ക്യാമറ സിസ്റ്റവും കാര്യങ്ങളും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 4K 30 FPS വരെ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇതിന് ഒരേ ഒരു ഡ്രോബാഗ് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് സോഫ്റ്റ്വെയർസ് അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അല്ല. കാരണം വെച്ചാൽ നമുക്ക് കുറേയധികം പ്രീ ഇൻസ്റ്റാളുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അത് മാത്രം മാറ്റി നിർത്തുവാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ ബാറ്ററിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ സിസ്റ്റം കിട്ടുന്നുണ്ട്. സോഫ്റ്റ്വെയറിൽ മാത്രമാണ് നമുക്ക് താഴത്തേക്ക് നിർത്തുന്നത്. ബാക്കിയെല്ലാം പക്കയുള്ള ഒരു മോഡൽ തന്നെയാണിത്. ഗെയിമിങ് അല്ലെങ്കിൽ മറ്റ് നോർമൽ യൂസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. 35,000 രൂപ ബഡ്ജറ്റിന് താഴെ നിങ്ങൾക്ക് ഓഫേഴ്സും കാര്യങ്ങളും ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി പറയാൻ പോകുന്ന ഈ ഒരു മോഡൽ എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ക്യാമറ അതുപോലെ ഡിസ്പ്ലേ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് OnePlusൻ്റെ 11R എന്ന് പറയുന്ന മോഡൽ. അതായത് നിങ്ങൾക്ക് നല്ലൊരു ഡിസ്പ്ലേ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. കർവ് ഡിസ്പ്ലേ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അതായത് കിടിലൻ ഡീപ്പ് ബ്ലാക്കും കാര്യങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക നല്ല കോൺട്രാസ്റ്റുള്ള ഒരു ഡിസ്പ്ലേ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നതായിരിക്കും. നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ആ ഡിസ്പ്ലേ നിന്ന് കിട്ടുന്നതായിരിക്കും. 100 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേ ആണ്, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഒരു കൂൾ ലുക്കിംഗ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ 5000 mAh ബാറ്ററിയും കാര്യങ്ങളും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ഒരു നല്ല ക്യാമറ സിസ്റ്റവും കാര്യങ്ങളും നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ അതുപോലെ ക്യാമറയും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. അതുപോലെ നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡലിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളൊരു 40,000 രൂപ കറക്റ്റ് ടൈറ്റ് ബഡ്ജറ്റിൽ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും OnePlusൻ്റെ ഈ ഒരു 11R ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മോഡൽ നോക്കാവുന്നേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്ന ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടോട്ടൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ അതുപോലെ ടോട്ടൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനൊക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ പറ്റിയ ഒരു മോഡലാണ് നത്തിങ്ങിൻ്റെ നത്തിങ് ഫോൺ 2 എന്ന് പറയുന്ന ആ ഒരു മോഡൽ. നമുക്ക് നേരത്തെ ലോഞ്ച് ചെയ്ത സമയത്ത് ഫസ്റ്റ് ടൈം ലോഞ്ച് ചെയ്ത സമയത്ത് നല്ലൊരു പ്രൈസും കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നല്ലൊരു ഓഫർ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 40,000 രൂപ ബഡ്ജറ്റിൻ്റെ താഴെയൊക്കെ അല്ലെങ്കിൽ 45,000 രൂപ ആ ഒരു ബഡ്ജറ്റിനൊക്കെ താഴെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു നത്തിങ് ഫോണാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ടോട്ടൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നോർമൽ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ മറ്റ് UA ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള UA എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റാണ് ഇതിൽ കിട്ടുന്നത്. വയർലെസ് ചാർജിങ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മോഡൽ വരുന്നുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ബെറ്റർ അല്ലെങ്കിൽ കൂടി ചില കാര്യങ്ങളിൽ ക്യാമറ കുറച്ച് ബാക്കിലേക്കാണ് നിൽക്കുന്നത് എങ്കിൽ കൂടി നല്ലൊരു ഔട്ട്പുട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ വളരെ ബെസൽലെസ് ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അതും വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ നല്ല കോൺട്രാസ്റ്റും കാര്യങ്ങളും നമുക്ക് ആ ഒരു ഡിസ്പ്ലേ നിന്ന് കിട്ടുന്നുണ്ട്. OLED ഡിസ്പ്ലേ ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഡൗൺ സൈഡിലേക്ക് നിർത്തേണ്ട ആവശ്യമില്ല. അതിന് നല്ല കോൺട്രാസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ടും കാര്യങ്ങളും നമുക്ക് ആ ഡിസ്പ്ലേ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ അതുപോലെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നത്തിങ്ങിൻ്റെ ഒരു ഫോൺ വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ആ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് ഉണ്ടല്ലോ ബാക്ക് സൈഡിലുള്ള, അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് പല യൂസേജും കാര്യങ്ങളുണ്ട്. നോട്ടിഫിക്കേഷൻ അതുപോലെ ഊബർ ബുക്ക് ചെയ്ത ശേഷമുള്ള ആ ഒരു ലൈവ് ആയിട്ടുള്ള സ്റ്റാറ്റസും കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു നത്തിങ് ഫോൺ 2 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാമറയും സോഫ്റ്റ്വെയർ മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ, നിങ്ങൾക്ക് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടണം, നല്ലൊരു ക്യാമറയും കാര്യങ്ങളും കിട്ടണമെങ്കിൽ നോക്കാൻ പറ്റിയ ഒരു മോഡലാണ് Pixel 7a എന്ന് പറയുന്ന ആ ഒരു മോഡൽ. നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ഔട്ട്പുട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 64 മെഗാപിക്സലിൻ്റെ ഡുവൽ ക്യാമറ സിസ്റ്റം വരുന്നത്. 4K and 30 FPS മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നല്ല ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ആ ഒരു ക്യാമറ ഉപയോഗിച്ച് എടുക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം വെച്ചാൽ ഗൂഗിളിലെ ക്യാമറയാണ്, നിങ്ങൾക്ക് അറിയാലോ. ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. പരസ്യങ്ങളോ അല്ലെങ്കിൽ ബ്ലോഡ് വേഴ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൽ ഉണ്ടാവില്ല. നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു മിനിമൽ ആയിട്ടുള്ള UI കാര്യങ്ങളായിരിക്കും Pixel 7a കിട്ടുന്നത്. അല്ലെങ്കിൽ പിക്സലിൻ്റെ എല്ലാ മോഡൽസ് നോക്കി കഴിഞ്ഞാൽ ഒരു ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അവർ. പിന്നെ കുറച്ച് ഡൗൺ സൈഡിലേക്ക് നിർത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റും കാര്യങ്ങളല്ല നമുക്ക് ഇതിൽ കിട്ടുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് മാത്രമല്ല അതുപോലെ നമുക്കിങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂസും കാര്യങ്ങളും ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. ഓവറോൾ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ബിലോ ആവറേജിലാണ് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളും വരുന്നത്. 4385 mAh ബാറ്ററിയും കാര്യങ്ങളും വരുന്നത്. 18
വാട്ടിൻ്റെ ചാർജിങ് കാര്യങ്ങളാണ് നമുക്ക് ഇത് സപ്പോർട്ട് ആവുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 18 വാട്ട് എന്നൊക്കെ പറയുന്നത് അത്ര ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അല്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്തിരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ക്യാമറ സോഫ്റ്റ്വെയർ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഈ ഒരു Pixel 7a എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് OnePlusൻ്റെ സൈഡിൽ നിന്നാണ്. OnePlus Nord 3 എന്ന് പറയുന്ന ഒരു മോഡൽ. ക്യാമറ വൈസ് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് IMX 980 എന്ന് പറയുന്ന ആ ഒരു സെൻസറും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അത് മാത്രമല്ല നമുക്ക് 5000 mAh ബാറ്ററിയും 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. MediaTek Dimensity 9000 ആണ് അതിനകത്ത് വരുന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത്. വളരെ പവർഫുൾ ആയ ഒരു ചിപ്സെറ്റ് കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇവർ ഈ ഒരു മോഡലിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. ചിപ്സെറ്റൊക്കെ പവർഫുൾ ആയുള്ള ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നല്ലൊരു ക്യാമറ സിസ്റ്റം ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 4K 30 FPS മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. OIS ഒക്കെ സപ്പോർട്ട് ആയുള്ള ഒരു ക്യാമറയാണ്. ഈ ഒരു മോഡലിനെ താഴ്ത്തേക്ക് നിന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസൈനും കാര്യങ്ങളും നമുക്ക് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതൊക്കെ ഓരോ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ എങ്കിലും ഡിസൈനും കാര്യങ്ങളും കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല നമുക്കിതിനകത്ത് 1.5Kൻ്റെ റെസൊല്യൂഷൻ കാര്യങ്ങളാണ് ഡിസ്പ്ലേക്ക് കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ആ ഒരു ഡിസ്പ്ലേ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം ബെറ്റർ ആയുള്ള ഒരു മോഡൽ തന്നെയാണ് OnePlus Nord 3 എന്ന് പറയുന്ന ഒരു മോഡൽ. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടോട്ടൽ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ഒരു ബെസ്റ്റ് ആയുള്ള ഒരു മോഡൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് OnePlus 11R നോക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മുടെ iQ Neo 7 Pro എന്ന് പറയുന്ന ഒരു മോഡൽ ചൂസ് ചെയ്യാം. അതിനുശേഷം നത്തിങ് ഫോൺ 2 വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ Pixel 7a, അതിനുശേഷം ഈ ഒരു OnePlus Nord 3 എന്ന് പറയുന്ന മോഡൽ. അപ്പം ഇങ്ങനെ നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ വേറെ മോഡൽസ് ഉണ്ടായിരുന്നെങ്കിൽ ഏതൊക്കെയായിരുന്നു എന്നുള്ളത്, ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ മോഡൽസ് ഉണ്ടായിരുന്നെങ്കിൽ അത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയാൽ വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.